ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം. 128 സങ്കീർത്തനം 1 വാക്യം മുതൽ 4 വാക്യം വരെയുള്ള വേദഭാഗം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹപ്പെട്ടവനാകും എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ പൊതുവായ തലക്കെട്ട് സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നർത്ഥമുള്ള തെഹില്ലീം എന്ന വാക്കാണ്. ഏകവചനം തെഹില്ല. ആരോഹണ ഗീതങ്ങളാണ് 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെയുള്ള ഭാഗങ്ങൾ. ആരോഹണ ഗീതങ്ങൾ എന്നാണ് ഈ വേദഭാഗങ്ങൾ പറയുന്നത്. നമ്മുടെ ചിന്താവിഷയം എന്നത് സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം. സങ്കീർത്തനങ്ങൾ 128 സങ്കീർത്തനം 1 വാക്യം മുതൽ 4 വാക്യം വരെയുള്ള ഭാഗം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ ഭാഗ്യവാൻ അഥവാ ഭാഗ്യവതി ആയിരിക്കും. അങ്ങനെ ഭാഗ്യമുള്ളവർ അവരുടെ അധ്വാന ഫലം അവർ തന്നെ കഴിക്കും. അത് മറ്റുള്ളവരാൽ മോഷ്ടിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ഇല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ പേരില്ലാത്ത സങ്കീർത്തനം അഥവാ ആര് ആണ് എഴുതിയത് എന്ന് അറിയാൻ പാടില്ലാത്ത ഇതിൽ ഗൃഹനാഥനെ കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിട്ട് ആണ് ഈ സങ്കീർത്തനത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പാടുന്ന ഒരു വിജ്ഞാന സങ്കീർത്തനമാണിത്. തീർത്ഥാടകർ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ആശീർവാദമായി പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണ് ഇത് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ നാം കാണുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഭാഗ്യദർശനം, രണ്ടാമത്തത് പ്രയത്നഫലം, മൂന്നാമത്തത് ഐശ്വര്യസമൃദ്ധമായ കുടുംബം, നാലാമത്തത് ആശീർവാദം എന്നിവയാണ്. ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയെ മക്കളെ പ്രസവിക്കുന്ന ഭാര്യയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകളുടെ വാസഗേഹം കവാടത്തിൽ നിന്നും വളരെ ഉള്ളിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഒലിവുതൈകൾ സംഖ്യയല്ല, സന്താന ലബ്ധിയുടെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മക്കളും മക്കളുടെ മക്കളുമുള്ള സന്തുഷ്ട കുടുംബം, ഐശ്വര്യസമൃദ്ധമായ ദേശീയ ജീവിതം, ദീർഘായുസ് എന്നിവ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെടുന്നവർക്ക് ഇതൊക്കെയും ലഭിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്തത് സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം. വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് അനേകം കുടുംബങ്ങൾ ആണ്. ഇതിൽ 20 എണ്ണങ്ങൾ വരെ ഒന്ന് നോക്കാം. 1 പ്രഥമ കുടുംബം. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അമ്മാവിയപ്പനും അമ്മാവിയമ്മയും ഇല്ലാതിരുന്ന ആദ്യത്തെ കുടുംബം, 2 ആൺമക്കൾ ലഭിച്ച ആദ്യത്തെ കുടുംബം, അനുജ നായവൻ ശിഥിലമായ ഒരു കുടുംബം, അസൂയയിൽ ശിഥിലമാക്കപ്പെട്ട കുടുംബം, രണ്ടാമത്തത് പ്രളയത്തെ അതിജീവിച്ച കുടുംബം. ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ നാം കാണുന്നത് തിന്മയുടെ നടുവിൽ പുരളാത്ത ഒരു കുടുംബത്തെയാണ് കാണുന്നത്. മനം മടുക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ കുടുംബം. 180 ദിവസങ്ങൾ പെട്ടകത്തിലായിരുന്നു. എന്തെല്ലാം കഷ്ടപ്പാടുകൾ നോഹയും കുടുംബവും അനുഭവിച്ചു കാണും എന്ന് നമ്മുടെ ചിന്തയ്ക്കും അതീതമായിരിക്കും. സ്തോത്രയാഗം അർപ്പിച്ച ശേഷം നോഹ വെള്ളം
ഇറങ്ങി പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം ഉള്ള ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് കാണുമെന്ന്. അവൻ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അടുത്തത് മദ്യപാനം വരുത്തുന്ന ദുരന്തം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോഹ ഒരിക്കൽ വീഞ്ഞു കുടിച്ചിട്ട് അതിൻ്റെ ലഹരിയിലായിപ്പോയി വസ്ത്രം മാറിക്കിടന്നത് നേരെയാക്കാതെ തൻ്റെ സഹോദരനോട് ചെന്ന് പറഞ്ഞ ഹാമിനെ നോഹ ശപിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. മൂന്നാമത്തെ കുടുംബത്തെ നാം ഇവിടെ കാണുന്നത് ദൈവസ്നേഹത്തിൻ്റെ കുടുംബമാണ്. ഉൽപ്പത്തി 12 മുതൽ 25 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ യഹൂദ ജനതയുടെ പിതാവായി അബ്രഹാം ആദരിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. യഹൂദ ജനങ്ങളുടെ പിതാവായി അബ്രഹാം ഗോത്രപിതാവായി മാറ്റപ്പെട്ടു. രണ്ട് വലിയ വിശേഷങ്ങൾ അബ്രഹാമിന് ലഭിച്ചു. ഒന്നാമത്തത് വിശ്വാസികളുടെ പിതാവ്, രണ്ടാമത് ദൈവത്തിൻ്റെ സ്നേഹിതൻ. യെശയ്യാ 41:8 ഇതെടുത്ത് പറയുന്നുണ്ട്. സമൃദ്ധിയായ വിശ്വാസത്തിൻ്റെ ഉപമയായി നമ്മൾ കാണുന്നു. സൗമനസ്യത്തിൻ്റെ സാമീപ്യം നാം ഇവിടെ കാണുന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിലുള്ള അനുഗ്രഹം പ്രാപിച്ചതായി അബ്രഹാമിനെ നാം കാണുന്നു. അബ്രഹാമിൻ്റെ സോദോമിനെക്കുറിച്ചും ഗൊമോരയെക്കുറിച്ചും ദൈവത്തോട് മധ്യസ്ഥത യാചിക്കുന്നതായി നാം അവിടെ കാണുന്നു. മൂന്നാമതായി ഒരാൾ കടന്നു വരുന്നത് അപകടമാണ് എന്നത് ഹാഗാറിൻ്റെ ഗൃഹപ്രവേശനത്തിലൂടെ കാണാൻ സാധിക്കും. അബ്രഹാം ആദ്യത്തെ ദശാംശദായകൻ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. ഉൽപ്പത്തി 14:18 മുതൽ 20 വരെയുള്ള വേദഭാഗം വായിച്ചു നോക്കുക. പുരോഹിതനും രാജാവുമായിരുന്ന മൽക്കിസദേക്കിനെ സ്വീകരിക്കുന്നതും ദശാംശം കൊടുക്കുന്നതായും നാം ഇവിടെ കാണുന്നു. വഞ്ചനയും ചതിയുമുള്ള അരങ്ങേറിയ ഒരു കുടുംബമാണ് നാലാമത്തത്. ഉൽപ്പത്തി 24 മുതൽ 27 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും കുടുംബത്തെ നമ്മൾ ഇവിടെ കാണുന്നു. അഞ്ചാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം. ഉൽപ്പത്തി 25 മുതൽ 35 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആറാമത്തെ കുടുംബം എന്ന് പറയുന്നത് അതിഗായകൻ ജനിച്ച കുടുംബം. ന്യായാധിപൻ 13:2 മുതൽ 16 വരെയും അതിൻ്റെ 31 വാക്യം വരെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ആ കുടുംബം, അതായത് മനോഹയുടെ കുടുംബം. ശിംശോനെ കുറിച്ചുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളൊക്കെയും നമുക്ക് അറിയാവുന്നതാണ്. ദുരന്തങ്ങൾ നേരിട്ട കുടുംബമാണ് ഏഴാമത്തെ കുടുംബം, യോബിൻ്റെ കുടുംബം. യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എട്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് പൊരുത്തപ്പെടാത്ത കുടുംബം. 1 ശമൂവേൽ 25:1 മുതൽ 38 വരെയുള്ള ഭാഗം. നാബാൽ, ഹോഷൻ വിഡ്ഢി എന്നാണ് അതിൻ്റെ അർത്ഥം. അബിഗയിൽ ആനന്ദത്തിൻ്റെ പിതാവ് എന്നാണ് അർത്ഥം. അബിഗയിൽ സുന്ദരിയും വിവേകം ഉള്ളവളും ആയിരുന്നു. നാബാൽ വിഡ്ഢിയും ആയിരുന്നു എന്ന് നമുക്കറിയാം. 9-ാമത്തത് പ്രതാപവാന്റെ പരാജയപ്പെട്ട കുടുംബം, ദാവീദിൻ്റെ കുടുംബം. 1 ശമൂവേൽ 16 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. 10-ാമത്തെ കുടുംബം എന്ന് പറയുന്നത് ആരാധനയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന കുടുംബം, എൽക്കാനയുടെയും ഹന്നായുടെയും കുടുംബം, ശമൂവേൽ പ്രവാചകന്റെ കുടുംബം. 11-ാമത്തത് കടക്കണിയിൽ കുടുങ്ങിയ കുടുംബം, ഒരു പ്രവാചക ശിഷ്യന്റെ കുടുംബം. 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ എലീശ പ്രവാചകന്റെ അടുത്ത് സങ്കടം ബോധിപ്പിക്കുന്ന പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാമത്തെ കുടുംബം സങ്കീർത്തകന്റെ സങ്കല്പ കുടുംബം, സങ്കീർത്തനം 128. ഒരു നല്ല ഭർത്താവിനെ പറ്റിയുള്ള ചിത്രം നാം ഇവിടെ കാണുന്നു. ഉത്തമയായ ഭാര്യയെ നാം ഇവിടെ കാണുന്നു. തഴച്ചു വളരുന്ന മക്കളെ നാം ഇവിടെ കാണുന്നു. ഒരു യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിൻ്റെ രൂപരേഖയാണ് നാം ഇവിടെ കാണുന്നത്. 13-ാമത്തത് നസറേത്തിലെ തിരുക്കുടുംബം.
ലൂക്കോസ് എവൻഗേലിയോസ് രണ്ടാം അധ്യായം 152 വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ യേശു ജനിച്ച് വളർന്ന കുടുംബത്തെ നമുക്ക് മനസ്സിലാകും. അടുത്തത് നാം നോക്കുമ്പോൾ ഒരു പുരോഹിത കുടുംബമാണ്. ലൂക്കോസ് എവൻഗേലിയോസ് 1 മുതൽ 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള ഭേദഭാവം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സക്കറിയ പുരോഹിതനും എലിസബത്തും ചേർന്ന കുടുംബം. യോഹന്നാൻ സ്നാപകന്റെ കുടുംബം നമുക്ക് മനസ്സിലാകും. അടുത്തത് അവിവാഹിതരുടെ കുടുംബം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴും ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ബേഥാനിയിലെ മാർത്ത, മറിയ, ലാസർ എന്നീ സഹോദരങ്ങളുടെ ഭവനം. അപ്പോസ്തോല പ്രമുഖന്റെ കുടുംബമാണ് 16-ാമത്തത്. പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ കുടുംബം. മർക്കോസ് എവൻഗേലിയോസ് തൻ്റെ സുവിശേഷത്തിൽ നാം ഇത് കാണുന്നു. 17-ാമത്തെ കുടുംബം എന്ന് പറയുന്നത് മകനെ സഭാ പ്രവർത്തനത്തിന് നൽകിയ ഒരു കുടുംബം. മർക്കോസ് 14:13, അപ്പോസ്തല പ്രവൃത്തികൾ 12:12. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ ഭവനം. യേശു പെസഹ ഭക്ഷിച്ച ഭവനം. ശിഷ്യർ ഒന്നിച്ചു കൂടിയ ഭവനം. 18-ാമത്തത് ബിസിനസ്സും പ്രേക്ഷിത വൃത്തിയും സംയോജിപ്പിച്ച കുടുംബം. അപ്പോസ്തല പ്രവൃത്തികൾ 18:1 മുതൽ 4 വരെയും റോമർ 16:3 മുതൽ 5 വരെയുള്ള വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അക്വില പ്രിസ്കില്ലയുടെ കുടുംബം. 19-ാമത്തത് സൈന്യമേധാവിയുടെ കുടുംബം. അപ്പോസ്തല പ്രവൃത്തികൾ 10:1 മുതൽ 48 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഒരു വിജാതീയനായ സൈന്യമേധാവിയുടെ കുടുംബം. ഇറ്റലിയിലെ റെജിമെന്റിൽ മേധാവിയായി കൈസരിയിൽ എത്തിയ കൊർണല്യോസ്. 20-ാമത്തെ കുടുംബം അനുരഞ്ജനം പ്രകടമാക്കുന്ന കുടുംബം. അതായത് ഫിലോമോന്റെ കുടുംബം അനുരഞ്ജനം പ്രകടമാക്കുന്ന കുടുംബമായിരുന്നു. സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബങ്ങളെ വാർത്തെടുക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടതായ ആ 20 കുടുംബങ്ങളുടെ കാര്യം നാം ശരിയായിട്ട് ആ പറഞ്ഞ വേദഭാഗം എടുത്തൊന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്കിതൊക്കെയും മനസ്സിലാകും. അതിനായി നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും മനസ്സിലായി തലമുറകളെ സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബങ്ങളായി നയിക്കത്തക്കവണ്ണം അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം. നമ്മുടെ കർത്തവ്യങ്ങളെ നമുക്ക് നിർവഹിക്കാം. അതിനായി നാം സ്വയം നമ്മെ തന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു. അതിനായി എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.